ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 200 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഡാർക്ക് കോമ്പൗണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുക. ഡബിൾ ബോയിൽ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക. അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു മോൾഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് ബട്ടർ പേപ്പർ എന്തായാലും ഇടാം. അപ്പോൾ ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഇത് തണുപ്പില്ലാത്ത മുട്ട വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. മുട്ടയുടെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഞാൻ വിസ്ക് വെച്ചിട്ടാണ് ചെയ്യണത്. എൻ്റെ കയ്യിൽ ബീറ്റർ ഉണ്ട്, പക്ഷെ ഞാൻ വിസ്ക് വെച്ചിട്ട് കാണിക്കണമെന്നുള്ളൂ. വിസ്ക് വെച്ചിട്ട് ചെയ്താലും മതി. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. കേക്കിന് ബീറ്റ് ചെയ്യുന്ന പോലെ പതപ്പിച്ചൊന്നും എടുക്കണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മെൽറ്റായോന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും മെൽറ്റായിട്ടുണ്ടോ ഇല്ലയെന്ന്. അത് മെൽറ്റായി കഴിഞ്ഞെന്ന് അറിയുമ്പോൾ നമുക്ക് നേരത്തെ ചോക്ലേറ്റ് ഉരുക്കി വെച്ചതുണ്ടല്ലോ, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. അത് മുഴുവനും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മൈദയും കൊക്കോ പൗഡറുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിതിൽ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടില്ല. ഞാൻ ബ്രൗണി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു ഷോപ്പിൽ നിന്ന് ഒരെണ്ണം മേടിച്ച് കഴിച്ച് നോക്കിയിരുന്നു എങ്ങനെയുണ്ടെന്ന്. കറക്റ്റ് അതേ ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഒരു 3/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് ലൈറ്റ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കൊക്കോ പൗഡർ ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കുത്തി ഇളക്കി മിക്സ് ചെയ്യേണ്ട, അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം ഒരുപോലെ ആയി കിട്ടിയാൽ മതി, മിക്സായി. ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമ്മൾ നേരത്തെ ബട്ടർ പേപ്പർ ഇട്ട് വെച്ച മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ നട്ട്സൊന്നും ചേർത്ത് കൊടുക്കാനുള്ള. ഇനി മോൾഡിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു കട്ടിയായിരിക്കും ഉണ്ടാവുക. ഓവർ കട്ടിയായിപ്പോയെന്ന് വിചാരിച്ച് ഇതിൽ വേറൊന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ കറക്റ്റ് രീതിയിൽ കിട്ടില്ല ബ്രൗണി. ഇനി ഇതിലേക്ക് ഞാൻ മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഓവനുള്ളവരാണെങ്കിൽ ഓവനിൽ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ പാനിലായതുകൊണ്ട് തന്നെ ഒരു തട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ചൂടാക്കിയതാണ്. ഇനി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക.
എനിക്കിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലായതുകൊണ്ട് 1.25 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുക്കായി ഒന്ന് നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ ക്രാക്ക് പോലെയൊക്കെ വരും. കറക്റ്റ് ബ്രൗണിയുടെ ടെക്സ്ചർ ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബ്രൗണി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ. താങ്ക് യു.